മലയാളി ഫ്രം ഇന്ത്യ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ഉണ്ട്, പക്ഷേ ജനഗണമനയുടെ അത്ര ഒന്നും വരുന്നില്ല. പിന്നെ ഒരു ടിപ്പിക്കൽ ഡിജോ പടം തന്നെയാണ്. ലിസ്റ്റിനാണ് പ്രൊഡക്ഷൻ. ലിസ്റ്റിന് ഇപ്പോൾ ഓഡിയൻസ് പലതും അറിയാം. പടം ഓടും എന്തായാലും. നിവിൻ്റെ ശക്തമായ തിരിച്ചുവരവ് തന്നെയാണ്. നിവിനോട് പറയാനുള്ള കോമഡി മാത്രമല്ല, എല്ലാ ജോണറും ചെയ്യണം. ഒരു വേഴ്സറ്റൈൽ ആക്ടറെ മാറണം. പിന്നെ മെസ്സേജ് ഉണ്ട്, പൊളിറ്റിക്കലായിട്ട് റിലീജിയസ് ആയിട്ട് ടോപ്പിക് ഉണ്ട്. അത് ജനഗണമനയിലും ഉണ്ടായിരുന്നു. കണ്ടിരിക്കാൻ പടം. ധ്യാനും നിവിനും തമ്മിലുള്ള നിവിൻ ഫസ്റ്റ് ഹാഫിലെ മെയിൻലി വരുന്നത്, സെക്കൻഡ് ഹാഫിൽ ധ്യാനില്ല. അവനാണ് കോമ്പിനേഷനാണ്. പിന്നെ മഞ്ജു പിള്ള, സലീം കുമാർ ഇവരാണ് ചെയ്യുന്നത്. അനശ്വരാജൻ അനശ്വരാജ് നിവിൻ പോളി ആ കോമ്പിനേഷൻ ശരിയാവണില്ല. പ്രായ വ്യത്യാസമുണ്ട്. പിന്നെ എല്ലാം കൊണ്ട് നല്ല ഒരു പ്രത്യേക ജോണറാണ്. എൻ്റർടൈനറും ആണ്, ഒപ്പം മെസ്സേജും ഉണ്ട്. പിന്നെ നിവിൻ പോളിയുടെ കമ്പാക്ക് തന്നെയാണ്. ലാഗോ കാര്യങ്ങളുണ്ടോ? ലാഗില്ല. ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ച് ഒരു ലാഗും ഇല്ല. കോമഡിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ പബി കേട്ടേക്കിൽ ഫസ്റ്റ് ഹാഫിൽ കോമഡി വർക്കൗട്ട് ആയില്ല, പക്ഷേ ഇതിൽ കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട്. യൂത്തിന് പറഞ്ഞ് കുറച്ചുകൂടെ സീരിയസ് ആക്കിയെങ്കിൽ ജനഗണമന പോലെ ആയിരുന്നു. ഫുൾ ടൈം കോമഡി ആയിട്ടല്ല പോണത്. നിവിൻ്റെ എല്ലാ പടം കോമഡിയാണ്. ഒരു ടൈപ്പ് കാസ്റ്റാണ് പോലെ തോന്നുന്നു. ഇപ്പോൾ മോഹൻലാലിനെ പോലെ ഒരു വേഴ്സറ്റൈൽ ആക്ടറെ മാറും. കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് മടുക്കാൻ തോന്നും. എല്ലാ ജോണറും ചെയ്യണം. നിവിൻ്റെ ഒരു കമ്പാക്കാണോ? കമ്പാക്ക് ചെയ്യാണ്. വർഷങ്ങൾക്ക് ശേഷം തകർത്തുണ്ട് പുള്ളി. അതേപോലെ ഒരു കമ്പാക്ക് തന്നെയാണ്. ത്രൂ ഔട്ട് പുള്ളി ഉണ്ടല്ലോ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ത്രൂ ഔട്ട് ഇല്ല. സിനിമ പ്രതീക്ഷിച്ച പോലെ ആയോ? പ്രതീക്ഷിച്ച പോലെ തന്നെ എന്റർടൈനർ തന്നെയാണ്. ഒരു ത്രൂ ഔട്ട് വിവാദം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും വിവാദങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പടം എന്തായാലും ലിസ്റ്റിൽ പൈസ കിട്ടുമെന്ന് ഉറപ്പാണ്. ഇതിപ്പോൾ എല്ലാ പടം 100 കോടികളും ഇത് കോടി കഴിക്കുന്നത്. നല്ല എന്റർടൈനറാണ്. തിയേറ്ററിൽ പോയി കാണേണ്ട പടമാണ്.